പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ ഈശോ ഈ നിമിഷം എന്നെ അനുവദിച്ചതിന് ഓർത്ത് യേശുവിന് നന്ദി പറഞ്ഞു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ലോകാവസാനത്തിൻ്റെ ഡേറ്റ് ഈ ഭൂമിയിൽ ഇന്ന് വരെ ആർക്കും അറിയത്തില്ലാത്ത ഒരു നിഗൂഢ രഹസ്യം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന കത്തോലിക്ക സഭയ്ക്കാണ്. സഭയ്ക്ക് പുറത്തുള്ളവർക്ക് ലോകം അവസാനിച്ചോ ഇല്ലയോ, യേശു ഉണ്ടോ ഇല്ലയോ, സ്വർഗമുണ്ടോ ഇല്ലയോ, ഇനി ജീവിതമുണ്ടോ ഇല്ല, അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അക്രൈസ്തവർക്ക് അത് വലിയൊരു പ്രശ്നമല്ല. അല്ലെങ്കിൽ അവരവരുടെ മതങ്ങളെ തേടി പോയിക്കൊള്ളട്ടെ, പരാതിയില്ല. പക്ഷേ ഇനി അതിൽ ആർക്കെങ്കിലും, അക്രൈസ്തവരായ ആർക്കെങ്കിലും ഈ ക്ലാസ് കേട്ട് ഇത് വിശ്വസിച്ച് യേശു ക്രിസ്തുവിലേക്ക് വിശ്വാസത്തെ കേന്ദ്രീകരിക്കണം തോന്നുന്നവർക്ക് അത് ചെയ്യാം. അതവരുടെ ഹൃദയത്തിൽ യേശുവിൽ വിശ്വസിച്ചാൽ മതി. എന്നാൽ സഭയെ സംബന്ധിച്ച് അതല്ല. എനിക്ക് 140 കോടി ജനത്തോടും, കത്തോലിക്ക സഭയിലെ 140 കോടി ജനത്തോടും ഈ വചനത്തിൻ്റെ ഡേറ്റ് കേട്ട് ഒരുങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേണ്ടി എങ്ങനെയാണ്, ഏതാണ് ഡേറ്റ് എന്ന് നമ്മൾ കണ്ടു. ഇനി എങ്ങനെയാണ് ലോകം അപ്രത്യക്ഷമായ സൂര്യൻ കത്തി ചാമ്പലാകുക എന്നുള്ളതിൻ്റെ യന്ത്ര സംവിധാനത്തോടു കൂടിയുള്ള കാര്യവും നിങ്ങൾ കേട്ടു. ഇനി പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കേട്ടത് സൂര്യൻ ചന്ദ്രൻ അപ്രത്യക്ഷമാകും എങ്ങനെയാണ്. അപ്പോൾ കർത്താവ് ഈ സൂര്യനും ചന്ദ്രനൊക്കെ അപ്രത്യക്ഷമാകുമ്പോൾ അതതിൻ്റെ കുറച്ചുകൂടെ ശരിയായ വിധത്തിൽ ഭൂമി എങ്ങനെ അപ്രത്യക്ഷമാകുന്നത് കുറച്ചുകൂടെ വിശദമായിട്ട് വെളിപാട് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു ക്ലാസ്സോട് കൂടി ഞാൻ പ്രിയപ്പെട്ടവർ നിങ്ങളോട് പറയുകയാണ്, ഈ ലോകാവസാനം എന്നാണ് ഡേറ്റ്, എങ്ങനെയാണ് അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞിട്ട് ഈ ലോകാവസാനത്തിൻ്റെ ക്ലാസ് പിന്നെ ഞാൻ ഒരിക്കലും എടുക്കുന്നതല്ല, യൂട്യൂബിൽ എടുക്കുന്നതല്ല. അതോ ഇതോടെ തീരുകയാണ്. അതിനുശേഷം ഇനി അടുത്ത ക്ലാസ് വരുന്നത് ഒരുക്കം എങ്ങനെയാണ്, മനുഷ്യൻ്റെ ചാർട്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചാർട്ട് എങ്ങനെയാണെന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് ലോകാവസാനത്തെ ക്ലാസ് തീരുവാണ്. എങ്ങനെയാണ് ലോക അപ്രത്യക്ഷം ഒന്നും വ്യക്തമാണ്. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ട്: തൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി ദൈവം മഹാബാബിലോണിനെ പ്രത്യേകം ഓർത്തു. 20:19 അതിനകത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, തൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ പ്രശ്നങ്ങളും രോഗങ്ങളും അസ്വസ്ഥകളും തകർച്ചകളും അങ്ങ് കൂടിയാൽ അതിൻ്റെ മട്ടുവരെ എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണ ദുഃഖത്തിൻ്റെ, ദുരിതത്തിൻ്റെ, വേദനയുടെ, ആകുലതയുടെ, അസ്വസ്ഥ, കഷ്ടങ്ങളുടെ, നഷ്ടങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളുടെയും ദുരിതങ്ങളും കർത്താവ് നമുക്ക് തരും. തൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ ചഷകം, കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ചഷകം എന്ന് പറയുമ്പോൾ എല്ലാവിധ പ്രശ്നങ്ങളും ഭൂമിയിലുണ്ടാകുമെന്നാണ് അർത്ഥം. അത് പ്രത്യേകം മഹാബാബിലോണിനെ പ്രത്യേകം കർത്താവ് ഓർക്കുന്നുണ്ട്. എന്താ പറയുക, മഹാബാബിലോൺ എന്ന് പറയുന്ന ആ സംവിധാനമാണ് ഈ ലോകത്തുള്ള മറ്റുള്ളവർക്കും ഇത്ര അസ്വസ്ഥ കൊടുക്കുന്നത്. അപ്പോൾ കർത്താവ് വെളിപാട് 10 ഉഗ്രക്രോധം, കോപമല്ല ക്രോധമാണ്. കോപം എന്താണ്? കോപം പെട്ടെന്നുണ്ടായി, കോപം ശമിക്കും, പിന്നെ നോർമലാവും. ക്രോധം അങ്ങനെയല്ല. കോപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് ക്രോധം. കോപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് ക്രോധം. ഒക്കെ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മളൊരു കൊട്ടത്താപ്പ് വിശ്വാസം, ഒരു കൊട്ടത്താപ്പ് ഐഡിയ, ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കണക്കൂട്ടിയാൽ പോരാ. എന്താണ് സമയം? ഞാൻ ഒരാളോട് കോപിക്കണം, അടിച്ചത് ഞാൻ അങ്ങനെ അടിക്കുന്ന പല്ല് പറിക്കും, അങ്ങനെയൊക്കെ ശക്തമായിട്ട് ക്രൂരതയോടെ പറയും, കോപിച്ച് പറഞ്ഞു. ഒരാൾ ഓടി അടുത്തേക്ക് വന്നു, അതായിരുന്നു കോപം. പക്ഷേ അയാളൊന്നും ചെയ്തില്ല, അത് കോപമാണ്. പക്ഷെ വന്ന അയാൾ പറഞ്ഞിട്ട് ഒറ്റ അടി കാരണം തന്നാലോ കോപത്തിൻ്റെ പ്രവൃത്തി രൂപമായി. അപ്പോൾ അവിടെ പ്രവൃത്തി വന്നു. എന്നതുപോലെ കർത്താവ് ഇനി കോപിക്കുകയല്ല, ക്രോധത്തിലേക്കാണ് വരിക. അപ്പോൾ എന്ത് സംഭവിക്കും? കോപത്തിൻ്റെ പേരിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഭൂമിയിൽ വരും. അത് വരുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്രമാത്രം വലിയ മനുഷ്യബുദ്ധിക്ക് ഇത് ചിന്തിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രിയപ്പെട്ടത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ ക്രോധം എങ്ങനെയാണ് വരുന്നത്, ആ സമയത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പം നമുക്കൊന്നും എണ്ണി പറയാൻ പറ്റില്ല. അത്രമാത്രം വലിയ ദുരന്തങ്ങളാണ്. അപ്പോൾ കർത്താവ് ക്രോധം വരുന്നുണ്ടെന്ന് പറയുന്നു. ഇനി അതിൻ്റെ തന്നെ കുറച്ചുകൂടെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 11-ാം തിരുവചനം അതിലിങ്ങനെ എഴുതിയത്: അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകുന്നു,
അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകുന്നു, അവയ്ക്ക് ഒരു സങ്കേതം ലഭിച്ചില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ഭാഗമാണ്, പ്രപഞ്ചത്തിൽ സൂര്യൻ നിൽക്കുന്ന സ്ഥാനത്ത് സൂര്യൻ അപ്രത്യക്ഷമാകുന്നതും ഇല്ലാതെയാവുന്നതും ചന്ദ്രൻ അപ്രത്യക്ഷമാകുന്നതും ഭൂമി അപ്രത്യക്ഷമാകുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അതിൻ്റെ മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകുമ്പോൾ അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നൊരു സംഭവം എന്നാണെന്നറിയാമോ? അവൻ്റെ സന്നിധിയിൽ ഭൂമിയും ആകാശവും ഓടിയെന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമി എങ്ങോട്ടോടി, ആകാശം എങ്ങോട്ടോടി, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു, ഭൂമിയുടെ ഭാരവും ചന്ദ്രൻ്റെ ഭാരവും കൂടെ അങ്ങോട്ട് ഇല്ലാതെയാക്കും. ഇത് കത്തി ചാമ്പലായതിൻ്റെ തീർന്നു കഴിഞ്ഞാൽ പോയില്ലേ, അവന് ഭാരം കുറയും. അപ്പോൾ ഈ റൗണ്ടിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന സൗരയൂഥം എന്തു ചെയ്യും? സൗരയൂഥത്തിൽ മറ്റ് ഗ്രഹങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് അങ്ങ് തെറ്റും. ബാലൻസ് അങ്ങ് തെറ്റി കഴിഞ്ഞാൽ അതാ വ്യക്തമായിട്ട് അങ്ങനെ നിറത്ത് എഴുതിയിരിക്കുന്നത്. അവൻ്റെ സന്നിധിയിൽ ഭൂമിയും ആകാശവും ഓടിയെന്ന് ബാലൻസ് അങ്ങ് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മളൊരു ഏണിയെ കയറി മുള വരച്ചുകൊണ്ടിരിക്കും, ബാലൻസ് തെറ്റിയാൽ താഴെ പോവും. അല്ലെങ്കിൽ നമ്മൾ വിമാനം ഇങ്ങനെ പോയിക്കൊണ്ട് നമ്മൾ യാദൃശ്യമായിട്ട് അതിൻ്റെ ഡോർ തുറന്നു, നമ്മൾ അതിൻ്റെ അവിടുന്ന് ചാടി വീണുപോയി, അപ്പം എന്ത് ചെയ്യും? താഴെ പോവും. എന്ന് പറഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രഹങ്ങൾ ഈ കറക്കത്തിൻ്റെ ഈ സൂര്യനും ചന്ദ്രൻ്റെയും ഭൂമി അപ്രത്യക്ഷമാകുമ്പോൾ അതിൻ്റെ ബാലൻസ് തെറ്റിയിട്ട് എന്ത് ചെയ്യും? ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ വേഗത്തിൽ ഒരൊറ്റ പോക്ക് ദൂരേക്ക്. ഈ സൗരയൂഥത്തിൻ്റെ പരിധിയുണ്ട്, സൗരയൂഥത്തിൻ്റെ പരിധിയുണ്ട്. അതിൻ്റെ എല്ലാത്തിനും ഭ്രമണപഥം ഉണ്ടെന്നാണ് പറയുക. അതിങ്ങനെ റൗണ്ടിൽ കറങ്ങുന്നു, അതിൻ്റെ ഒരു ചാലുണ്ട്. ആ ചാലിൽ കൂടെയാണ് കറക്റ്റായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ചാലിൽ നിന്ന് അതിൻ്റെ ആ ഭ്രമണപഥത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ സംഭവം എന്ത് ചെയ്യും? ദൂരേക്ക് അകന്നു പോകും. അതാണ് അർത്ഥം പറഞ്ഞത്, അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓട്ടിയകുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പമ്പരം നമ്മളിങ്ങനെ ഒരു കയറിൽ ഇങ്ങനെ കല്ല് കറക്കുവാണ്. കറക്കിയിട്ട് നല്ല സ്പീഡിൽ കറക്കിച്ചാൽ കയറങ്ങ് വിട്ടു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കയറെ കെട്ടിയിരിക്കുന്ന കല്ല് വളരെ സ്പീഡിൽ കറങ്ങി ദൂരേക്ക് പോകും. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കർത്താവ് പറഞ്ഞേക്കുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടി എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങൾ ദൂരേക്ക് അകന്നുപോയി, അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. അടുത്ത വചനം ശ്രമിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയും? ഇപ്പോൾ ഈ ഭൂമിക്കും ആകാശത്തിന് ചന്ദ്രന് നിൽക്കാനൊരു സ്ഥലമുണ്ട്, ഭൂമിക്ക് നിൽക്കാനൊരു സ്ഥലമുണ്ട്, സൂര്യന് നിൽക്കാനൊരു സ്ഥലമുണ്ട്. സങ്കേതം എന്ന് പറഞ്ഞാൽ അവയ്ക്കിങ്ങനെ നിൽക്കാനൊരു സ്ഥലമുണ്ട്, ഒരിടമുണ്ട്. അതാണ് ഈ കഥ പറയുന്നത്. അവയ്ക്കൊരു സങ്കേതം ലഭിച്ചില്ല പറഞ്ഞാൽ ഇപ്പം സങ്കേതമായിട്ട് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അത് വിട്ടുപോകും. അതുകൊണ്ടാണ് അത് ഏശയ്യാപ്രവചന പുസ്തകത്തിൽ ഏശയ്യ 13:14 പറയുന്നുണ്ട്, ഭൂമി അതിൻ്റെ സ്ഥാനത്തു നിന്ന് ഇളകും. അതുകൂടെ പറഞ്ഞിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് അത് ഏശയ്യാപ്രവചനം പറഞ്ഞിരിക്കുന്നു, ഇത് വെളിപാടിൽ നിന്ന് പറയുന്നു. അപ്പോൾ വായന മുമ്പ് പറഞ്ഞതും ഈ ഏറ്റവും അടുത്തായിട്ട് മനുഷ്യരോട് ചേർന്ന് പറഞ്ഞതും രണ്ടും ഒറ്റ വചനമാണ്. അപ്പോൾ മനസ്സിലാക്കണം, അവൻ്റെ സന്നിധി ഭൂമിയും ആകാശവും ഓടിയെന്ന് അവയ്ക്കൊരു സങ്കേതം ലഭിച്ചില്ല. അതായത് മറ്റുള്ള ഗ്രഹങ്ങൾക്ക് നിൽക്കാനൊരു സ്ഥലം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ദൂരേക്ക് പറന്നു പോയെന്നാണ്. ശരി, അത് നമുക്ക് മനസ്സിലായി, ഇങ്ങനെ കറങ്ങിപ്പോയോ വിട്ടുപോയി. അതിൻ്റെ അർത്ഥം എന്നറിയോ? സൗരയൂഥം അകന്ന് അങ്ങോട്ട് പോകും. സൗരയൂഥത്തിൻ്റെ ഒരു റൗണ്ടല്ല, എല്ലാ ഗ്രഹങ്ങളും കറങ്ങുന്ന ഒരു ചക്രമുണ്ട്, ഭ്രമണചക്രം. അത് എന്നേക്കുമായിട്ട് ഈ പ്രപഞ്ചം എന്ന സത്യം എന്നേക്കുമായിട്ട് ഇല്ലാതെയായി പോകും. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയടിച്ചിട്ട് മഹാവിസ്ഫോടനം ലോകത്തിലുണ്ടാവും. അത് നമുക്ക് കേൾക്കാനൊന്നും പറ്റില്ല, കാരണം അത് വിദൂരതയിലായിരിക്കും. ഭ്രമണപഥത്തിൽ പോയിട്ടാണ് സംഭവിക്കുന്നത്. അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ ഭ്രമണപഥത്തിലെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെല്ലാം ഇല്ലാതെയായി ദൂരേക്ക് പോകുമ്പോൾ പിന്നെന്താ സംഭവിക്കുക? ആകാശവുമില്ല, ഭൂമിയുമില്ല, ചന്ദ്രനുമില്ല, സൂര്യനുമില്ല, ഗ്രഹങ്ങളില്ല, സൗരയൂഥമില്ല. അതങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. അവൻ്റെ വെളിപാട് 20:11, അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകുന്നു, അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. ഏശയ്യ 13:10 പറയാണ്, ഭൂമി അതിൻ്റെ സ്ഥാനത്തു നിന്ന് ഇളകും. ഭൂമി അതിൻ്റെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒരിളക്കം ഇളകി ഒരു പോക്കങ്ങ് പോകും. അതോടെ അത് ഭൂമി കത്തിച്ചാമ്പലാവും. ഭൂമി എങ്ങോട്ട് മാറും? ഈ ഇളക്കോ ഇളകി ഭൂമി ഒന്ന് മറിഞ്ഞു വീഴും, ഉരുണ്ട് മറിഞ്ഞു വീഴും. അത് അഗ്നി കൊണ്ട് നിറയും. നല്ല വ്യക്തപക്ഷണം. ആദിത്യാകാശാദി ഭൂമിയെ കടത്തി കടൽ വിളിച്ചു. വെളിപാട് 20:21 വീണ്ടും വന്നിരിക്കുകയാണ്, ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. ഇവിടെയാണ് പന്തക്കുസ്തുകാർക്ക് തെറ്റുപറ്റുന്നൊരു സ്ഥലം. പ്രിയപ്പെട്ടവരെ,
ഈ 2034 ഫെബ്രുവരി 15-ാം തീയതി പകൽ 12 മണിക്ക് എന്താ പറയുക, ആദ്യത്തെ ആകാശം അതാണ് ഇന്ന്. ഇത് ആദ്യത്തെ ഭൂമി, ഇത് ഒന്നാം ഭൂമി, ഇത് ഒന്നാം ഭൂമി, ആദ്യത്തെ ഭൂമി, ഇത് ഒന്നാം സൂര്യൻ, ഇപ്പോഴത്തെ ഒന്നാമത്തെ സൂര്യൻ, ആദ്യത്തെ സൂര്യൻ. അതാണ് ഇപ്പം നിലവിലിരിക്കുന്ന സൂര്യചന്ദ്രനെ ഭൂമിയെ നോക്കിയിട്ട് കർത്താവ് പറയുന്നത്, ആദ്യത്തെ ഭൂമിയും ആദ്യത്തെ ആകാശവും എങ്ങോട്ട് പോയി? കടന്നുപോയി, അതില്ലാണ്ടായി, അത് പോയി. കടലും അപ്രത്യക്ഷമായി. എന്താണ് കടൽ? കടലിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ജനസമുദ്രം, ജനസമൂഹം. രണ്ട് കടൽ, സമുദ്രം. കടൽ തിരമാലകളും ഈ മത്സ്യങ്ങളൊക്കെ ഉള്ള ആ കടൽ. രണ്ടാമത്തെ കടലാണ് മനുഷ്യകുലമാകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ 140 കോടി വരുന്ന ജനം ഇങ്ങനെ അടുത്തടുത്ത് നിരന്ന് കഴിഞ്ഞാൽ കടൽ പോലെ നിരന്നിരിക്കും. അതാണ്. അപ്പോൾ ആ കടലും അപ്രത്യക്ഷമായി, മനുഷ്യൻ്റെ കടലും അപ്രത്യക്ഷമായി. മനുഷ്യ സമൂഹം എന്നേക്കുമായിട്ട് ഭൂമി നിന്ന് വിച്ഛേദിക്കപ്പെടും, കത്തിച്ചാമ്പലാവും. അപ്പോൾ പിന്നീട് കടലും കാര്യമുണ്ടോ? അതുമില്ല. കടലും ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയെന്നു, അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. അപ്പം സൗരയൂഥം ഇല്ലാണ്ടായി. അപ്പോൾ പിന്നെന്താ സംഭവിക്കുക? പിന്നെന്തു സംഭവിക്കും? ദ്വീപുകളെല്ലാം ഓടിയൊളിച്ചു. അവർ ദ്വീപുകളെല്ലാം ഓടിയൊളിച്ചു, പർവ്വതങ്ങൾ കാണാതെയായി, വലിയ കല്ലുകളുടെ പെരുമഴ ഭൂമിയിലേക്ക് വന്നു. ഇതിൻ്റെ ബാക്കിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഭൂമിയിലേക്ക്, ഈ സംഭവങ്ങൾ ആദ്യത്തെ സംഭവം നടക്കുമ്പോൾ 1ഉം 2ഉം ആണവായുധങ്ങളൊക്കെ ലോകത്ത് ഭൂമിയിൽ പൊട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ എന്തു സംഭവിക്കും? വലിയ നക്ഷത്രങ്ങൾ ആകാശത്ത് നിരോധിക്കും. വലിയ ആനയുടെ വലിപ്പമുള്ള കല്ലുകൾ, അതായത് ബഹിരാകാശത്ത് ധാരാളം ഉൽക്കകളുണ്ട്. ആ ഉൽക്കകളെല്ലാം ഈ ബഹിരാകാശത്ത് ആണവസ്ഫോടനം ഉണ്ടാകുമ്പോൾ വൈബ്രേഷനാവും, ഇങ്ങനെ വിറയ്ക്കും, പ്രപഞ്ചം മൊത്തം വിറയ്ക്കും. അങ്ങനെ വിറയ്ക്കുന്ന ആ വൈബ്രേഷൻ 1ഉം 2ഉം അല്ല പൊട്ടുന്നത്, ആയിരക്കണക്കിന് ആണവ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ പ്രപഞ്ചമില്ലാതാകുന്ന ഭാഗമാണ് ഈ പറഞ്ഞത്. അത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നൊരു ഏഷ്യ 34:4 അവിടെ ഇങ്ങനെ എഴുതുന്നുണ്ട്, ആകാശം ചുരുൾ പോലെ അപ്രത്യക്ഷമാകും. അതിനുശേഷം ഏഷ്യ 50:6 പറഞ്ഞിട്ട് ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും. ഇത് രണ്ടും ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. ഒന്ന് ഏഷ്യ 34:4, ആകാശം ചുരുൾ പോലെ തെറുക്കും, ചുരുൾ പോലെ ആകാശം അപ്രത്യക്ഷമാവും. ഏഷ്യ 50:6 ആകാശം പുക പോലെ അപ്രത്യക്ഷമാവും. അപ്പോൾ എന്താ സംഭവിക്കുക? പ്രപഞ്ചമില്ലാതാകും. അതെന്നാണ്? അതിൻ്റെ ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്ക് ശരിക്കും തോന്നുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? ഇതിങ്ങനെ ഏതെങ്കിലുമൊക്കെ ആൾക്കാരിരുന്ന് പറയുന്നതല്ലേ ഉള്ളൂ, സംഭവിച്ചിട്ടില്ല, സംഭവിക്കുമില്ല. ഇനി നമ്മൾ പ്രാർത്ഥിക്കും, സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും, അല്ലേ പ്രിയപ്പെട്ടവരെ? എൻ്റെ തുടക്കത്തിൽ ഈ സന്ദേശങ്ങളൊക്കെ എനിക്ക് കിട്ടാൻ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ കിട്ടുമ്പോൾ ഞാൻ പേടിച്ചിട്ട് വരയ്ക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര പേടി നോക്കും, ദൈവമേ ഇതൊക്കെ നേരാണോ? ഞാൻ ചോദിക്കും, ദൈവം ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നേരാണോ? അപ്പം ഞാനിത് അവിശ്വസിക്കും. ഞാൻ അവിശ്വസിക്കുമ്പോൾ കർത്താവ് രാത്രി സംസാരിക്കും, നീ ഈ വചനം വെളിപാട് 12:8 എടുത്ത് വായിക്കാൻ പറയും. കർത്താവ് സംസാരിക്കും. ഞാൻ അവിശ്വസിക്കുമ്പോൾ എനിക്ക് ധൈര്യമില്ല, ഇത് വിശ്വസിക്കാൻ ധൈര്യമില്ല. ഈ പ്രപഞ്ചം അപ്രത്യക്ഷമാകും, ആണവയത്ത് മുടരയുണ്ട്, 2024 പറഞ്ഞ് കർത്താവ് ഓരോ സന്ദേശങ്ങൾ ഇങ്ങനെ തന്ന് ഇതിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒന്ന് പഠിപ്പിക്കുമ്പോൾ ഞാനിത് പേടി കൊണ്ട് വിറയ്ക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അവിശ്വസിച്ചുകൊണ്ട് തന്നെ വർഷങ്ങൾ 2016 നിന്നും 13 വർഷം ഞാൻ അവിശ്വസിച്ച് വിട്ടു. 3 വർഷം ഞാനിത് ആരോടും മിണ്ടിയില്ല. അങ്ങനെയാണ് അവസാനം വീണ്ടും കർത്താവ് രാത്രി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കാണിച്ചു തരുമ്പോഴാണ് വചനം പറയും, വെളിപാട് 27 എടുക്കുന്നതൊക്കെ എന്നോട് പറഞ്ഞു തരും. അതിനകത്തൊക്കെ അക്കങ്ങളുണ്ട്, സംഖ്യകളുണ്ട്, എടുക്ക് വായിക്കുമെന്ന് പറഞ്ഞു തരുമ്പോൾ ഞാൻ അങ്ങനെയാണ് കൂടുതൽ വിശ്വാസിക്കുന്നത്. അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ വൈദികരെയും പത്രാനെയൊക്കെ സമീപിച്ചപ്പോഴും അവരും ആദ്യമൊക്കെ തള്ളിക്കളി ചെയ്ത് പിന്നീട് വേറൊരു അച്ഛനാണ്, ഒരു പ്രത്യേക അച്ഛനാണ് എന്നോട് എനിക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ യൂട്യൂബ് തുടങ്ങാനും ഇത് നിങ്ങൾക്ക് സത്യമാണ്, ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ആ വൈദികൻ പറഞ്ഞു. തലശ്ശേരി ഉപദേശം സത്യമാണ് അംഗീകരിച്ചു, കാരണം വചനത്തിലൂടെ എഴുതിക്കൊണ്ട് തെറ്റല്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് പ്രഘോഷിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കർത്താവ് നീ ഇത് പറ, യൂട്യൂബിൽ കൂടെ പറ, ജനത്തെ അറിയിക്കാൻ പറഞ്ഞു. അവിടെ കർത്താവിന് ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി, അവൻ്റെ സന്നിധിയിൽ നിന്ന് ആ ഭൂമിയും ആകാശവും ഓടിയാകുന്നു, അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. കർത്താവ് പറയാണ്, തൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ ചഷകം മറ്റൊരു കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണ് ദൈവം പ്രത്യേകമായിട്ട് ഓർമ്മിച്ചു. ഏശയ്യ 13:14 പറയാണ്,
ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിളകും. ഏഷ്യ 34:4 പറയുന്നു, ആകാശം ചുരുൾ പോലെ തുറക്കും. ഏഷ്യ 50:6 പറയുന്നു, ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും. അപ്പോൾ ഞാനിത് വളരെ സംശയത്തോടെ ഞാൻ കർത്താവെ, സൂര്യൻ ഇത്രയും ദൂരെ നിൽക്കുന്നല്ലേ, ചന്ദ്രൻ എത്രയോ കോടി അകലെ നിൽക്കുന്നു, അതെങ്ങനെ അപ്രത്യക്ഷമാവും? ഇതെങ്ങനെ പുക പോലെ അപ്രത്യക്ഷമാവും? അപ്പോഴാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, ഇന്നലെ ഞാൻ പറഞ്ഞ വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഹൈപ്പർസോണിക് മിസൈൽ അത് ഭൂമിയിൽ കൂടിയോ ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടിയോ ഒന്നുമല്ല, അത് ബഹിരാകാശത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്, ശൂന്യാകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഉപകരണം. അപ്പോൾ അതിനെയാണ് ഇവിടെ നിന്നിട്ട് ലേസർ ഉപയോഗിച്ച് അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെ വെച്ച് കത്തിക്കുന്നത്. കാരണം അത് ഭൂമി വീണാൽ അതിഭയൻ, പക്ഷേ എന്നാലും ഭൂമിയിൽ വീഴും, കുറേ ഭൂമിയിൽ വീഴും, ഭൂമിയിലിരിക്കുന്ന ആണവായുധങ്ങൾ പൊട്ടും, ഭൂമിയുടെ കടലിനുള്ളിൽ ഇത് പൊട്ടും. അതെല്ലാം ഓരോന്നോരോന്ന് സംഭവിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം 1 by 1 ആയിട്ട് സംഭവിക്കും. 1-ാം മുദ്ര 2-ാം മുദ്ര പൊട്ടുമ്പോൾ ഓരോന്നോരോന്ന് പൊട്ടി തുടങ്ങും. അങ്ങനെ പൊട്ടി തുടങ്ങി 1, 2, 3, 4, 5, 6, 7 7-ാം മുദ്ര പൊട്ടുമ്പോഴത്തേന് ഇതെല്ലാം സംഭവിക്കും. അതോടൊപ്പം സ്വർഗത്തിൽ കാഹളം, ഓരോ മുദ്ര പൊട്ടുമ്പോഴും സ്വർഗത്തിൽ കാഹളം ധ്വനിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു മിലിറ്ററി സിസ്റ്റത്തിലാണ്, ഒരു പട്ടാള സംവിധാനത്തിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. അതിന് കാരണം വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ കാണാറുണ്ട്, ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഈ പരേഡ് പരിശോധിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിൽ എന്താ സംഭവിക്കുക, പട്ടാളക്കാരൻ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു ബാൻഡുമേളാണ്, ഇങ്ങനെ ഒരു ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഓരോ കൊല്ലം കേൾക്കുന്നത്. അതേപോലെ തന്നെ ഓരോ ദൂതന്മാരെയും ഏൽപ്പിച്ച് ഓരോ മുദ്രയുമായിട്ട് അവരെ പറഞ്ഞ് മുദ്ര പൊട്ടിക്കാനും കാഹളത്തിന് പറയാൻ വിടുമ്പോൾ സ്വർഗത്തിൽ ഒരു കാഹള ശബ്ദമുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ ദൂതന്മാരെ സ്വർഗത്തിൽ നിന്ന് കാഹളം ഊതിക്കൊണ്ട്, ഇതാ ഈ ലോകത്തെ ഇന്ന കാര്യങ്ങൾ നശിപ്പിക്കുകയാണെന്ന് പ്രപഞ്ചത്തോടും സ്വർഗത്തോടും സൃഷ്ടപ്രപഞ്ചത്തോട് കർത്താവ് വിളംബരം ചെയ്തുകൊണ്ടാണ് നശിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ. കാരണം ഇനി ഒരിക്കലും ഈ പ്രപഞ്ചം എന്ന സംഭവം, ഭൂമി എന്ന സത്യം ഉണ്ടാവരുത്, പ്രപഞ്ചം ഉണ്ടാവരുത്, സൗരയൂഥം ഉണ്ടാവരുത്, പിന്നെ ഇപ്പം ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് വരുന്ന 2:2. അപ്പോൾ നമുക്കറിയാം, ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചൊന്നും ഇല്ലാണ്ടായി പോയാൽ മതിയോ? പിന്നെ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? മനുഷ്യർ പിന്നെ എവിടെ ജീവിക്കും? വിശ്വാസത്തോടെ വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി കാത്തുന്ന ആയിരങ്ങൾ, ലക്ഷങ്ങൾ, 10,000 കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴാണ് ഏറ്റവും കുറഞ്ഞ ആളുകൾ ലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, നിത്യജീവനിലേക്ക് ഒരുക്കപ്പെട്ട മനുഷ്യർ ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കുറവ്. ഇതിന് മുടാതെ ടെലിവിഷനും ഇൻ്റർനെറ്റും കറണ്ടും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ധാരാളം ആൾക്കാർ, അന്നത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലമുറ, നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ തലമുറ, അതിനപ്പുറത്തെ തലമുറകളൊക്കെ വിശുദ്ധിയോടെ ജീവിച്ചവരാണ്. കുറച്ച് കപ്പയിട്ട് കുറച്ച് കാന്താരിമുളക് അരച്ച് ചണ്ട കപ്പയും കുറുക്കി തിന്ന് റേഷനരിയും തിന്ന് 8-10 മക്കൾക്ക് ജന്മം കൊടുത്ത് ആ മക്കളെ 1 ഏക്കറും 1 ഏക്കർ 2 ഏക്കറും വെച്ച് വീതം വെച്ച് കൊടുത്ത് അവിടെ ഓല കെട്ടിയ പെരയും മണ്ണുകൊണ്ട് പിരിച്ച കട്ട കൊണ്ട് പിടിച്ച മുറികളും ഉണ്ടാക്കി അതിനകത്ത് 7-8 മക്കൾക്ക് ജന്മം കൊടുത്ത് അവർ സ്വർഗത്തിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ഈ കത്തോലിക്ക സഭയിലെ ഇന്നത്തെ കത്തോലിക്ക സഭയും ഇന്ന് ജീവിച്ചിരിക്കുന്ന കത്തോലിക്ക സഭയും ഇന്ന് ജീവിച്ചിരുന്ന കത്തോലിക്ക സഭയ്ക്ക് ശേഷമുള്ള ഈ തലമുറ ജനങ്ങളും ചുങ്കക്കാരും വേശികളും നിങ്ങൾക്കുപിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, രാജ്യത്തിൻ്റെ മക്കളായിട്ട് പുറന്തള്ളപ്പെടും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരമസത്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പുണ്ടായിരുന്ന തലമുറ പോവും. അപ്പോൾ ഇവരെ വീണ്ടും കർത്താവ് ഉയർപ്പിച്ചിട്ട് ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകും? അപ്പോൾ ഈ സൗരയൂഥം അങ്ങ് തീർന്നു. നമുക്ക് ഈ പദം നോക്കാം. വെളിപാട് 20 അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടി വന്നു, അവയ്ക്കൊരു സംഗീതം ലഭിച്ചില്ല. അപ്പോൾ സൗരയൂഥമില്ലായി. പിന്നെ എന്താണ് അടുത്ത സംഭവം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ എഴുതി വെച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാണ്. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു. അവിടെയാണ് പറയുന്നത്, ആദ്യത്തേത് മാറ്റപ്പെട്ടു, ആദ്യത്തേത് ഇല്ലാതെയായി, അത് എന്നേക്കുമായിട്ട് മാറ്റപ്പെട്ടു. അപ്പോൾ സൂര്യൻ നിന്ന ഭാഗത്തേക്ക് എന്തു വരും? പുതിയ ആകാശം വരും, പുതിയ ഭൂമി വരും. അതായത് ഒരു കാര്യം പറഞ്ഞാലേ എനിക്കത് മനസ്സിലാവുള്ളൂ. അതായത് നമുക്കറിയാം, ഒരു വലിയ അണുബോംബ് പൊട്ടി ഭൂമിയിൽ വീണ് പൊട്ടിയെന്ന് വിചാരിക്കുക. അതിൻ്റെ റിഫ്ലക്ഷൻ അഥവാ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് എന്താണ്? അത് ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ എനിക്ക് എൻ്റെ ഭാഷ എനിക്കറിയത്തില്ല. ശാസ്ത്രീയ ഭാഷയിൽ 20,000 ആകാം, 50,000, 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടൊക്കെ ആകാം അതിൻ്റെ അറ്റോമിക് റിഫ്ലക്ഷൻ നടക്കുമ്പോൾ, അറ്റോമിക് അണുവിസ്ഫോടനം നടക്കുമ്പോൾ. അപ്പോൾ 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെ മനസ്സ് വിചാരിക്കുക.
1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് പറഞ്ഞാൽ നമുക്ക് സൂര്യനെ നോക്കുന്നിടത്തോളം പോലും നോക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ട് നോക്കിപ്പോയാൽ നമ്മൾ അത്ര കിലോമീറ്റർ ദൂരെയാണ് നമുക്കൊന്നും കുഴപ്പമില്ല, നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ ആവിയായി പോകും, അത്ര ഹിറ്റ് ചൂടായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അണുബോംബ് പൊട്ടിക്കഴിയുമ്പോൾ പിന്നീടുണ്ടാകുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. അതായത് ഖരം, ദ്രാവകം, വാതകം, വായു, അഗ്നിയുടെ പ്ലാസ്മ അവസ്ഥ. ഒരു മെഴുതിരി കത്തിച്ച് വെച്ചാൽ നമുക്കെന്താ അറിയാവുന്ന ഒരു തിരിയുണ്ടോ, തീ കത്തിക്കും, തിരി ഇങ്ങനെ എൻ്റെ ജ്വാല, അതിൻ്റെ പ്ലാസ്മ അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ അതേപോലെ തന്നെ ഈ ഭൂമി മൊത്തം എന്തായിട്ട് മാറും, ഒരു പ്ലാസ്മ അവസ്ഥയിലേക്ക് മാറും. ആ പ്ലാസ്മ അവസ്ഥ പറഞ്ഞാൽ തിളയ്ക്കുന്ന, ജ്വലിക്കുന്ന ഒരു തീക്കനൽ പോലെ. അതിന് ബൈബിൾ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വിഗ്രഹാരർ, കാപട്യക്കാർ എന്നിവർ തീയും ഗന്ധവും എരിയുന്ന തടാകമരി. ഇതാണ് രണ്ടാമത്തെ വർണ്ണം. വെളിപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. അതിങ്ങനെ തടാകം പോലെ ഈ പ്ലാസ്മ അവസ്ഥ, ഈ ലാവ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലാവ, അഗ്നിപർവ്വതം പൊട്ടിക്കഴിയുമ്പോൾ ലാവ ഇങ്ങനെ വന്ന് ഇങ്ങനെ തടമായിട്ട് കിടക്കുന്നത് പോലെ. പക്ഷെ അത് ഒരു കൊഴുപ്പുള്ള സാധനമാണ്. പക്ഷേ ഈ ആണവ സ്ഫോടന ശേഷം അതിൻ്റെ വൈബ്രേഷൻ നമുക്ക് നോക്കാൻ പറ്റില്ല. സൂര്യൻ്റെ ജ്വലനം പോലെ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കും ആണവ സ്ഫോടനത്തിന്. അതിന് പറയുന്ന വേറൊരു പേരാണ് പാതാളം. അപ്പോൾ ഇപ്പോൾ പാതാളത്തെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ആണവ സ്ഫോടനത്തിന് ശേഷം ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റാണ്. അത് ഒരു സംഭവത്തിന് ശേഷം ഉണ്ടാകുന്ന അതിൻ്റെ പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റാണ്, അഥവാ അതിൻ്റെ മറ്റൊരു ഉൽപ്പന്നമാണ്. ആണവ സ്ഫോടനത്തിൻ്റെ മറ്റൊരു ഉൽപ്പന്നമാണ് എന്ത്, പാതാളം. അപ്പോൾ എന്താകും, അതിൻ്റെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് എന്ത്, സ്വർഗം, നിത്യജീവൻ, നിത്യസ്ഥലം. അപ്പോൾ പ്രപഞ്ചത്തിൽ പിന്നെ എന്താണുള്ളത്? പ്രപഞ്ചത്തിൽ സൗരയൂഥം നഷ്ടപ്പെട്ടു, സൂര്യൻ ചന്ദ്രനില്ല, ഒന്നുമില്ല, നക്ഷത്രങ്ങളുടെ ഭൂമിയിൽ ഒന്നുമില്ല. പിന്നെന്താ ഉള്ളത്? ഒന്ന് ഭൂമി, പാതാളം. ഇവിടെ നിന്ന് കോടാനുകോടി കിലോമീറ്റർ ഉയരത്തിൽ എങ്ങോട്ട് പോകും? സ്വർഗരാജ്യം അഥവാ നിത്യജീവൻ്റെ സ്ഥലം, അതാണ് ഹെവൻ. പിതാവ് പുത്രൻ വാഴുന്ന ആ സ്ഥലം. അങ്ങോട്ടേക്ക് ഇവിടെ യേശുവിനോട് ചേർന്ന് നിന്നവരെ, അതുകൊണ്ടാണ് തെസ്സലോനിക്കർത്തിലെ കർത്താവ് പറയുന്നത്, പരിശുദ്ധ പറയുന്ന വചനമുണ്ട്, അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ സംവഹിക്കപ്പെടും. മരിച്ചവരെ ഉയർപ്പിക്കും. ക്രിസ്തുവിൽ മരണമറിഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. യേശുവിനോട് കൂടെ നിദ്രപ്രാപിച്ചവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും. അപ്പോൾ നമ്മൾ അവശേഷിക്കുന്നവരെ വാനമേഖലയിൽ സംഭവിക്കും. ഇപ്പോൾ മുതൽ കർത്താവിൽ മതിയടയുന്നവർ ഭാഗ്യവാന്മാർ. ഒരു മനുഷ്യന് 4 മരണം, 4 രീതിയിലുള്ള വേർപാട്, എന്നാൽ 5-ാമത്തേതാണ് അവൻ്റെ മരണം. അങ്ങനെ ഉയർപ്പിക്കപ്പെട്ട് ഈ ലോകത്തിലെ സുഖജഡമോഹങ്ങളെല്ലാം അനുഭവിച്ച് ഇന്ന് കണ്ണിന് വേണ്ടത് കണ്ണിന് കൊടുത്ത്, കാതിന് വേണ്ടത് കാതിന് കൊടുത്ത്, അതിരത്തിന് വേണ്ടത് അതിരത്ത് കൊടുത്ത്, കുടിക്കാൻ വേണ്ടത് കുടിക്കാൻ കൊടുത്ത്, ത്വക്കിന് വേണ്ടത് ത്വക്കിനും കൊടുത്ത്, സകലവിധ ഭൂമിയിലെ ജഡമോഹങ്ങളുടെ മാലിന്യങ്ങളിൽ കിടന്നുരുണ്ട് മറിഞ്ഞ് സുഖിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിൽ, ഈ നിത്യപാതാളത്തിൽ അടിഞ്ഞു തീരും. പിന്നീട് ഒരു രക്ഷയ്ക്ക് ഒരു ഭൂമിയോ പ്രപഞ്ചമോ സഭയോ യേശുവോ ക്രിസ്തുവോ ഇല്ല. അവനെ പീഡിപ്പിക്കാൻ നിത്യപാതാളത്തിൽ നിന്ന് കയറുന്ന ദുരാത്മാവിൻ്റെ ഭീകരവുമായ ലൂസിഫറും പിശാചും അവൻ്റെ സന്തതികളും അവൻ്റെ ദൂതന്മാരുമല്ലാതെ ഈ പാതാളത്തിൽ ആരുമില്ല പ്രിയപ്പെട്ടവരെ. പിന്നീട് അതാണ് കർത്താവ് പറയുന്നത്, ധനവാനെ ലാസറിൻ്റെ മരണത്തിന് കർത്താവ് എന്നാ പറയുന്നത്, ലാസറിനെ ഇങ്ങോട്ട് അയക്കണമേ എന്ന് പറഞ്ഞു. ആര്? ധനവാൻ പറഞ്ഞു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, മറുപടി ഓർക്കണം, ഭൂമിയുടെ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്തേക്കോ വരാൻ പറ്റിയില്ല. എന്നാൽ ഇതിൻ്റെ നടുക്കൊരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാക്കൾക്ക് പോലും പോകാൻ പറ്റില്ല. ഇത് യാഥാർത്ഥ്യമാണോ? ആ പറഞ്ഞ അതിന് സത്യമാണോ പ്രിയപ്പെട്ടവരെ? ചിന്തിച്ചു നോക്ക്. ഇത് ശാസ്ത്രീയമായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ വചനങ്ങൾ ഒരു സാങ്കല്പിക അടിസ്ഥാനത്തിലല്ല പറയുന്നത്, ശാസ്ത്രീയമായിട്ടാണ് പറയുന്നത്. ശാസ്ത്രീയ സത്യത്തോട് ചേർത്താണ് പറയുന്നത്. അതിൻ്റെ എന്ത് ഉപകരണങ്ങൾ പൊട്ടുമ്പോഴാണ്, എന്ത് സംഭവിക്കുമ്പോഴാണ് പാതാളം സൃഷ്ടിക്കപ്പെടുന്നത്, എന്ത് സംഭവിക്കുമ്പോഴാണ് സ്വർഗം എന്ന സംഭവം നമുക്ക് ദൃശ്യമാകുന്നത്, അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതൊരു ശാസ്ത്രീയമായിട്ട് സത്യമാണ്. അതുകൊണ്ടാണ് ഒരു വചനം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ വചനം ഞാൻ മനസ്സിൽ ഓർത്ത വചനമല്ല, ഇതോടനുബന്ധിച്ച് വന്നപ്പോൾ ഈശോ എന്നെ ഉള്ളിൽ നിന്ന് പറയുകയാണ്. ആ വചനോട് ചേർത്ത് പറയാൻ പറഞ്ഞത് ആ വചനം ഏതാണെന്നറിയാമോ? അത് വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 5-ാം തിരുവചനം.
മറ്റൊന്നത് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് വെളിപാട് പുസ്തകം 22-ാം അധ്യായം 6-ാം തിരുവചനം. ഈ രണ്ട് വചനത്തിലും ദൈവാത്മാവ് ദൈവം തന്നെ ആവർത്തിച്ച് പറഞ്ഞൊരു വചനമുണ്ട്. ഒന്ന് ഇതാണിങ്ങനെ: സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. അതേ വചനം ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞു, വെളിപാട് 22:6. ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. ഇതാ ഞാൻ സകലവും നവീകരിച്ചു. സകലത്തും എന്നല്ല, ഇത് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന്. സകലവും എന്ന് പറഞ്ഞാൽ സകലവും കൂടി ചേരുന്നതാണ് സകലവും. സകലത്തും എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ, കണ്ണുകൊണ്ട് കാണാവുന്ന എല്ലാ വസ്തുക്കളും സകലതുമാണ്. സകലവും എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ. അത് കമ്മ്യൂണിസം, ജനാധിപത്യം, രാജഭരണം, പിന്നെ മറ്റ് എന്തെല്ലാം ഭരണമുണ്ട്, മതങ്ങൾ, എല്ലാ മതവിശ്വാസങ്ങൾ, ജനാധിപത്യത്തിൻ്റേത്, രാജഭരണം, അടിമത്ത ഭരണം, എല്ലാ സ്വതന്ത്രഭരണം, ഭൂമിയിലെ എല്ലാ ആശയങ്ങളും, എല്ലാ കാഴ്ചപ്പാടുകൾ, ഇന്ന് കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ സംവിധാനങ്ങളും, സിനിമകൾ, സീരിയൽ, ആ സംഭവങ്ങളെല്ലാം, ഇതെല്ലാം ഓരോ ആശയത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. അത് ഒന്നും കൂടെ പറഞ്ഞാൽ കൊരിന്ത്യർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിങ്ങനെ വധിക്കുന്നത്: സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. അതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ് ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. അടുത്തൊരു ക്ലാസ് നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചൊരു ക്ലാസ് തരാം. എന്നിട്ട് നമുക്ക് ഒരുങ്ങുന്ന ആ രീതിയിലേക്ക് വ്യക്തമായിട്ട് പറയാം. ഇത് നിങ്ങൾ ഈ ഭൂമിയിൽ ഒരിടത്തും തപ്പിയാലോ അങ്ങനെ ഇഷ്ടം കിട്ടുന്ന ക്ലാസ്സല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ശക്തമായിട്ട് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഒരാളുടെ ഒരു കമൻറ്റ് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞ കമൻറ്റ് വളരെ സത്യമാണ്. ഇത് ഒരാവർത്തി കേട്ടോ, പല ആവർത്തി കേൾക്കാനാണ് പറയാം. അതിൽ കമൻറ്റ് രൂപത്തിലെ ഒരു സഹോദരൻ, ആരാന്നറിയത്തില്ല, അദ്ദേഹം ഇട്ടിരിക്കുന്നതാണ്. എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഇത് ഒരാവർത്തി കേട്ടാൽ പോരാ, പലപ്പോഴായിട്ട് കേൾക്കാം. നമുക്ക് സംശയമുണ്ട്, ഒരുപാട് നമ്മൾക്ക് കളിയാക്കൽ, ഇതൊന്നും അസാധ്യ, ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല, ഒട്ടും ഇങ്ങനെ ചിന്തിക്കുക വേണ്ട, ഇതെല്ലാം ഒരു വെട്ടി ഏതോ ഇത് പറഞ്ഞാൽ എന്നൊക്കെ പൊതുവെ നമുക്ക് ചിന്ത വരും. അത് വന്നോട്ടെ, സാറിന് ഈ പറഞ്ഞ ഞാൻ പോലും ആദ്യ കാലഘട്ടത്തിൽ നിഷേധിക്കരുത്. ഇതൊന്നും ദൈവമേ, ഇത് നടക്കുന്ന കാര്യം എൻ്റെ ബുദ്ധിയിലൊന്നും വരുന്നില്ല, ഞാൻ നിശ്ചയിക്കുന്നു. വീണ്ടും രാത്രിയിൽ പല രാത്രികളിൽ, ഒരുമിച്ചല്ല, പല രാത്രികളിൽ കർത്താവ് ബോംബ് സ്ഫോടനം നടന്നിട്ട് ഈ തീക്കട്ട പോലെ തേങ്ങാട വലിപ്പമുള്ള തീക്കട്ടകൾ ഉരുണ്ടി വരുന്നു ഒക്കെ എന്നെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പേടിച്ചൊരു മരത്തിൻ്റെ ഒട്ടി കയറി നിൽക്കുന്നതൊക്കെ എന്നെ കർത്താവ് ചെന്നിട്ട് പത്താ പറയാണ്. അതുപോലെ ആണവാതി ഒരുപാട് ദർശനങ്ങൾ എനിക്ക് കിട്ടാറുണ്ട്, ഒരുപാട് ദർശനങ്ങൾ. എല്ലാം ഒന്നും ഞാൻ എടുത്ത് പറയാറില്ല. അതുപോലെ കർത്താവ് എന്നെ പറഞ്ഞ് തന്ന് കാണിച്ചു തന്നു. ഒരുക്കിയാണ് എന്നെ ഈ സംഭാഷണം നടത്താൻ, വചന രൂപത്തിൽ പറയാൻ വേണ്ടി കർത്താവ് എന്നെ ഈ സമയത്ത് ഇവിടെ ഒരുക്കിയത്. അത് ഒരു 100 കണക്കിന് ദർശനങ്ങൾ സമയമില്ല, വചനത്തിൽ കൂടെ കാണിച്ചു തന്നിട്ടാണ് ഞാനിത് അവസാനം ശരിയാണെന്ന് ബോധ്യം വന്ന ശേഷമാണ് നിങ്ങൾ സംസാരിക്കാൻ വന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു വിദ്യാഭ്യാസമില്ല. കാരണം ഇത് ശാസ്ത്രീയ ഉപകരണങ്ങളിലൂടെ ഉണ്ട്. നമ്മൾ സാങ്കല്പികമായിട്ട് ദൈവത്തിൻ്റെ ദർശനം മാത്രമല്ല ഇത്. അതായത് ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. അണുബോംബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. യുദ്ധടാങ്കുകൾ, റഡാറുകൾ, അയൺ ഡോമുകൾ, അയൺ ബീമുകൾ, ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളാണ്. ഇതെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വചന രൂപത്തിൽ എഴുതി വെച്ചിരുന്നതാണെങ്കിൽ ഇപ്പോൾ ആ വസ്തുക്കളെല്ലാം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, റോബോട്ടിനെ കുറിച്ച് വെളിപാട് 13 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. ക്വാണ്ടം കമ്പ്യൂട്ടർ അത് സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതെല്ലാം കർത്താവ് പറഞ്ഞ എല്ലാ സംഭവവും സൃഷ്ടിക്കപ്പെട്ട ശാസ്ത്രീയ സത്യങ്ങളിലേക്ക് വന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യമാണ്. എൻ്റെ അർത്ഥം, വിശ്വാസയോഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥം ശാസ്ത്രീയമായത് എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം സാങ്കല്പികമായിട്ട് എഴുതി വെച്ചതല്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമാണ്, വിശ്വാസയോഗ്യവും സത്യവുമാണ്. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? തെളിവോട് കൂടിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കാണിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഞെക്കിയാൽ തെറിക്കുന്ന ഒരു ലാമ്പ് പോലത്തെ സാധനമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ ഞെക്കിയാൽ തീ വരും, അങ്ങനെ സംവിധാനമുണ്ട്. അങ്ങനെ ലാമ്പ് എന്നൊരു സാധനമുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തായി? അത് വിശ്വാസയോഗ്യമാണ്, നമുക്ക് വിശ്വസിക്കാം, വചന രൂപത്തിൽ വിശ്വസിക്കാം. പറഞ്ഞു
അപ്പോൾ അത് കാണിച്ചു തന്നാലോ അത് സത്യമാണ് എന്ന് പറഞ്ഞാൽ തെളിവുള്ളതാണ്, തെളിവോട് കൂടിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ തെളിച്ച് കാണിക്കുന്നത് അത് ഇത് തീ വരുന്നത് നിങ്ങൾ കണ്ടു, ഇങ്ങനെ എന്നപ്പോൾ തീയും വന്നു കണ്ടു. അപ്പോൾ എന്തായി? വിശ്വാസയോഗ്യവുമാണ്, ശാസ്ത്രീയമാണ്, അത് സത്യമാണ്, തെളിവോട് കൂടിയതാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ 10,000ങ്ങളിലേക്ക് ക്ലാസ് അയച്ചു കൊടുക്കണം. നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുമോ? നിങ്ങൾ കണ്ടാൽ പോരെ പ്രിയപ്പെട്ടവരെ, കണ്ടിട്ട് 10,000ങ്ങളിലേക്ക് 100കളിലേക്ക് 10,000ങ്ങളിലേക്ക് അയച്ചു കൊടുത്ത് ഈ സത്യം അവരെ അറിയിക്കണം. സ്വർഗരാജ്യം, ഇനി എന്താണ് സ്വർഗമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ പറഞ്ഞുതരാം. അത് 2 ക്ലാസ് പ്രധാനപ്പെട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഒന്ന് സ്വർഗം എന്താണ് സ്വർഗം, 2, 3 എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഘടന എങ്ങനെയാണ്. നമ്മുടെ സഭ വെളിപ്പെടുത്തുന്ന പോലെ, സഭ പറയുന്നതിലുള്ള ആപ്പിള ഊപ്പിള വഴവടാന്നുള്ള പറച്ചിലല്ല, ശാസ്ത്രീയമായിട്ടാണ് പറയുന്നത്, ഘടനാപരമായിട്ടാണ് പറയുന്നത്. എന്താണ് പാപവും തിന്മയും, അതിൻ്റെ ഘടന എന്താണ്, സ്വർഗം അതിൻ്റെ ഘടന. ഈ വസ്തുവിനൊരു ഘടനയുണ്ട്, ഇതിൻ്റെ ഒരു തൂക്കമുണ്ട്, നീളമുണ്ട്, വണ്ണമുണ്ട്, ഇതിനകത്തൊരു വസ്തുവുണ്ട്, ഇതിങ്ങനെ വരയ്ക്കാൻ സംവിധാനമുണ്ട്, ഇതെല്ലാമുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായ വസ്തുവിന് അതിൻ്റെ തെളിവും ഘടനയും ഉള്ളത് എന്നതുപോലെ സ്വർഗത്തിനും അതിൻ്റെ ഘടനയുണ്ട്. സ്വർഗത്തിനും അതിൻ്റേതായ എല്ലാ ഘടനയും, നീളവും, വീതിയും, വണ്ണവും, ഉയരവും എല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. മനുഷ്യ ശരീരം, മരിച്ചുപോയ ശരീരം ഉയർത്തെഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയ വശം നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുതരാം. ശാസ്ത്രീയമായിട്ട് മനുഷ്യ ശരീരം എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഹല്ലേലൂയ പ്രിയ സഹോദരരെ. അതുകൊണ്ട് നമുക്ക് പറയാണ്, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യമാണ്, ശാസ്ത്രീയവും തെളിവോടുകൂടിയതുമാണ്. ഇതാരാ പറഞ്ഞത്? വെളിപാടിലാണ് പറഞ്ഞേ, മറ്റൊരിടത്ത് ഈ വചനം പറഞ്ഞിട്ടില്ല. നമ്മൾ ആലോചിക്കണം. ഇവിടുത്തെ യേശയ്യാ പ്രവചന പുസ്തകത്തിൽ യേശയ്യാ 13:14 ഭൂമി അതിൻ്റെ സ്ഥാനത്ത് ഇളകും. യേശയ്യാ 34:4 ആകാശം ചുരുൾ പോലെ അപ്രത്യക്ഷമാകും. യേശയ്യാ 50:6 ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും. ഇത് അതിനകത്ത് ശാസ്ത്രീയത ഇല്ല, തെളിവില്ല, ശാസ്ത്രീയതയും പറഞ്ഞിട്ടില്ല. അത് വചനരൂപമാണ്. 3000 വർഷങ്ങൾക്കുള്ള വചനരൂപമാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇന്നോ ആ വചനരൂപത്തിൻ്റെ ശാസ്ത്രീയ തെളിവ്, അതായത് ഹൈപ്പർസോണിക് മിസൈൽ, ആണവ സ്ഫോടനം, അയൺ ബീമിൽ നിന്നുള്ള ലേസർരശ്മി, അത് ലേസർരശ്മി ചെല്ലുന്നു, മിസൈല് തട്ടുന്നു, അത് പൊട്ടുന്നു. അവിടെ പൊട്ടുമ്പോൾ എന്തായി? അപാരമായി ചൂട് വരുന്നു, അപാരമായി ചൂട്. അത് നമ്മൾ ഒരു വചനോട് നമ്മൾ ഈ ശാസ്ത്രീയോട് ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വചനോട് നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് തന്നെയാണ്. ആ ഒരു വചനം വളരെ ശ്രദ്ധാർഹമായിട്ട് കേൾക്കുന്ന വചനമാണ്. അതിങ്ങനെയാണ്, യേശയ്യാ 30:26. യേശയ്യാ 30:26 അതിനകത്തൊരു വചനമുണ്ട്. അത് നമ്മൾ ഈ സംഭവത്തോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ നിങ്ങൾ തരണം, വായിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. 30:26 അത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ. അത് പറയാനകത്ത് ശാസ്ത്രീയ വശമുണ്ട്, അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. 30:26 എങ്ങനെയാണ് പറഞ്ഞത്? യേശയ്യാ പ്രവചന പുസ്തകം 30-ാം അധ്യായം 26-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വച്ച് കിട്ടും. അത് അതിൻ്റെ ആ സാധനത്തെക്കുറിച്ചാണ്. തൻ്റെ പ്രഹരം കൊണ്ടുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം. ഇനി ശ്രദ്ധിക്കണം, ചന്ദ്രപ്രകാശം സൂര്യൻ്റെ ശോഭ പോലെയും സൂര്യപ്രകാശം 7 ദിവസത്തിലെ പ്രകാശം ഒന്നിച്ചായിരുന്നാൽ എന്നതുപോലെ 7 ഇരട്ടിയുമായിരിക്കും. ഞാനീ പറയുമ്പോൾ വചനം നിങ്ങൾ എടുത്തു നോക്കണം, ഞാൻ വെറുതെ പറയുന്നതാണോ അതിൻ്റെ ശാസ്ത്രീയം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, അതിൻ്റെ അർത്ഥം എന്താ അറിയുമോ പ്രിയപ്പെട്ടവരെ? അതൊക്കെ വളരെ ശാസ്ത്രീയമാണ്, ആ വചനത്തിന് ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രീയ വസ്തു ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടു, അതുകൊണ്ടാണ് ഇതെടുത്ത് പറയുന്നത്. ഇത് 3000 വർഷം 3500 വെച്ച് എഴുതുമ്പം ഈ ഹൈപ്പർസോണിക് മിസൈലുണ്ടോ, അയൺ ബീം കണ്ടുപിടിച്ചിട്ടുണ്ടോ, അയൺ ഡോം ഉണ്ടോ, എന്തെങ്കിലും ഉപകരണമുണ്ടോ, റോബോട്ടുകളുണ്ടോ, റോബോട്ടുകളുണ്ടോ, വല്ലതുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇന്നെന്തായി? അപ്പോൾ സൂര്യൻ്റെ പ്രകാശം 7 ദിവസത്തെ സൂര്യൻ ഒന്നിച്ചുദിച്ചാലെന്നുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആണവ സ്ഫോടനം, 100 കണക്കിന് ആണവ സ്ഫോടനങ്ങൾ ബഹിരാകാശത്ത് നടക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടുന്നുണ്ട് ഹൈപ്പർസോണിക് മിസൈൽ, അയൺ ബീമിൻ്റെ ലേസർരശ്മി. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ എന്ത് സംഭവിക്കും? ഭൂമിയിലെ വെളിച്ചം എന്തായിരിക്കും? അതുകൊണ്ടാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വേറെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനമുള്ളത് ഇപ്രകാരമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം അവിടെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 6-ാം ദിനം, അന്ന് തണുപ്പോ മഞ്ഞോ ഉണ്ടായിരിക്കില്ല, അന്ന് തുടർച്ചയായി പകലായിരിക്കും,
പകലും രാത്രിയുമല്ല, പകൽ മാത്രം. അപ്പോൾ കഴിഞ്ഞ ദിവസം സംശയം ചോദിച്ചാൽ മറുപടി ഞാൻ പറഞ്ഞു. ഏതാ? ആമോസ് പ്രവാചകൻ അമേരിക്കക്കാർക്ക് അപ്പോൾ എന്തായിരിക്കും? അവിടെ നമുക്കിവിടെ പിന്നെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇസ്രായേൽ 12 മണിയാണെങ്കിൽ അമേരിക്കയിൽ രാത്രി 12 മണിയാണ്. അപ്പോൾ എങ്ങനെ ഇത് തമ്മിൽ ശരിയാണെന്ന് ചോദിച്ചു. ശരി, ഇതിൻ്റെ മറുപടി ഇവിടെയും കിടപ്പുണ്ട്. എന്താണ് ഇതിൻ്റെ മറുപടി? തുടർച്ചയായി പകലായിരിക്കും. അമേരിക്കയിലും പകലാണ്. നേരം വെളുത്തെങ്കിലല്ലേ, രാത്രി ആയെങ്കിലല്ലേ നേരം വെളുക്കുള്ളൂ. നേരം വെളുത്തെങ്കിലല്ലേ രാത്രിയാവുള്ളൂ. എന്താ സംഭവം? ആകാശത്ത് സൂര്യൻ നിന്നുപോയി, സൂര്യൻ്റെ പ്രഭ നഷ്ടപ്പെട്ടു. കാരണം അവിടെ ആണസ്ഫോടനം നടക്കുമ്പോൾ അതിൻ്റെ വെളിച്ചം 2 ഗോളങ്ങളിലും ഉണ്ടാവും. ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും, ഭൂമിയുടെ മറുവശത്തും ഉണ്ടാവും. അത് തുടർച്ചയായി പകലായിരിക്കും. എന്താണ്? 7 ദിവസത്തെ സൂര്യൻ്റെ ശോഭ 1 ദിവസത്തിൽ വരും. അപ്പോൾ അത്ര പ്രകാശമായിരിക്കും. കാരണം 100 കണക്കിന് ആണവസ്ഫോടനങ്ങൾ ബഹിരാകാശം ഉണ്ടാവും. 1000 സൂര്യൻ ഭൂമി ബഹിരാകാശത്ത് ഉദിച്ചു നിൽക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. അപാരമായ ചൂട്. അതിനെപ്പറ്റി എഴുതുന്നുണ്ട്. മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തു മരിച്ചു എന്ന് വെളിപാട് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ശാസ്ത്രീയമാണ്. വെളിപാട് ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മുഴുവനും വ്യാഖ്യാനിച്ച് തരാൻ അറിയാവുന്നവർക്ക് പറഞ്ഞാൽ ഇതുപോലെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ വൈദികരൊന്നും ഇത് തൊടാത്ത, കത്തോലിക്ക സഭയത്ത് തൊടാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും അവർക്കറിയില്ല, ഒന്നും അറിയില്ല അവർക്ക്. അതുകൊണ്ട് അവർ തൊട്ട് സംസാരിക്കുന്നേ ഇല്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിവുള്ളവർക്ക് ഇത് സാധിക്കുള്ളൂ. എളിദാസിൽ കൂടെ കർത്താവിനോട് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തിയല്ല സംസാരിക്കുക. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കണം. ഞാനെന്ന് പറയുന്ന വ്യക്തി ജോസ് എന്ന് പറഞ്ഞാൽ ഞാൻ 62-63 വയസ്സുള്ള 63 ദിവസത്തേക്ക് ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്, സമ്പത്തില്ലാത്തവനാണ്, അറിവില്ലാത്തവനാണ്, ജ്ഞാനമില്ലാത്തവനാണ്, കഴിവില്ലാത്തവൻ, ഒന്നുമില്ലാത്തവനാണ്. ഈ കാണുന്ന മുഖം ഇതേ ഉള്ളൂ, എനിക്കിതേ ഉള്ളൂ. പക്ഷേ എന്നിലൂടെ സംസാരിക്കുന്ന ആരാണ്? ദൈവത്തിൻ്റെ ആത്മ. അതാണ് മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്. അവർ നിങ്ങളെ ന്യായാധിപന്മാരെ എടുത്ത് ഏൽപ്പിച്ചു കൊടുക്കും, അവർ പീഡനം ഏൽപ്പിച്ചു കൊടുക്കും. അവിടെ എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ നിങ്ങൾ ഉത്കണ്ഠ വേണ്ട. ആ സമയത്ത് നിങ്ങളുടെ പിതാവ് നിങ്ങളോട് സംസാരിക്കും. വചനം ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ ഇപ്പോൾ എന്നോട് പറയാൻ, എനിക്കിത് പറയാൻ അറിയാമോ? ഒരു 2016 വരെ ഒന്നും അറിയില്ലാത്ത മനുഷ്യൻ, സാധാരണ നിങ്ങളെക്കാൾ താഴെയുള്ള മനുഷ്യൻ, വെറും കപ്പക്കൂടവും കുത്തി റബ്ബറും വെട്ടി നടക്കുന്ന മനുഷ്യൻ. ഇന്നോ തന്നെ ജോലി അതൊക്കെ തന്നെ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലേക്ക് വന്ന് കയറിക്കഴിഞ്ഞാൽ എനിക്ക് പറയാനിരിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടെ. അല്ലെങ്കിൽ ഇത്ര വ്യക്തമായിട്ട് എങ്ങനെ പറയും? ഇതിനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല, ഡോക്ടറേറ്റ് ഇല്ല, എനിക്ക് തിയോളജി ഇല്ല പ്രിയപ്പെട്ടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എന്താണ് കർത്താവ് പറഞ്ഞത്? അന്ന് തണുപ്പ് മഞ്ഞ ഉണ്ടായിരിക്കില്ല, അന്ന് തുടർച്ചയായി പകലായിരിക്കും, പകലും രാത്രിയുമല്ല, പകൽ മാത്രം. കാരണം വൈകുന്നേരവും വെളിച്ചമുണ്ടായിരിക്കും. എടുത്തു വെച്ച് വായിച്ചോ. സക്രിയ പറഞ്ഞ ദിവസം 14-ാം അധ്യായം 6-ാം തിരുവചനം. സക്രിയ 14:6. അതിനകത്ത് ശാസ്ത്രീയ വശം എന്താണ്? അതുകൊണ്ടാണ് ഏഷ്യ പറഞ്ഞ ദിവസത്തിൽ പറഞ്ഞത്. എന്താ പറഞ്ഞേ? 7 ദിവസത്തെ സൂര്യൻ ഒന്നിച്ചുദിച്ചാൽ, 7 ദിവസത്തെ ചന്ദ്രനെ ഒന്നിച്ചുദിച്ചാൽ ഉണ്ടാകുന്ന പ്രകാശം ബഹിരാകാശം ഉണ്ടാവും. 1000 ആണോ സ്ഫോടനം നടക്കുമ്പോൾ അപാരമായി വെളിച്ചവും ചൂടും ഭൂമിയിൽ വരും. തുടർച്ചയായി പകലായിരിക്കും. എന്ന് കർത്താവ് നിൽക്കുന്നത് പകൽ മാത്രം. കാരണം വൈകുന്നേരവും വെളിച്ചമുണ്ടായിരിക്കും. അപ്പോൾ ആമോസ് പ്രവാചകൻ എഴുതി ചുമ്മാതെയാണോ? അപ്പം മാനുഷിക ബുദ്ധി എന്താ പറഞ്ഞത്? നമ്മളിവിടെ 12 മണിയാണെങ്കിൽ അമേരിക്ക 12 മണി രാത്രിയല്ലേ. അപ്പോൾ അവരെങ്ങനെ? ശരിയാവട്ടോ. ഞാനും ചിന്തിച്ച കാര്യങ്ങൾ അതൊക്കെ നിങ്ങളെപ്പോലെ തന്നെ മാനുഷിക ബുദ്ധിയാണ്. പക്ഷെ ആ ദൈവാത്മാവിൻ്റെ ബുദ്ധി, പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് മാനുഷിക ബുദ്ധിക്ക് എത്രയോ അപ്പുറമാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെയും 12 മണിയായിരിക്കും. അമേരിക്കയിലും 12 മണിയായിരിക്കും. ഇസ്രായേലിലും ഇന്ത്യയിലും ലോകത്തിലെ എല്ലാ ഭാഗത്തും എന്താവും? പകൽ 12 മണിയായിരിക്കും. ഒരു മാറ്റമില്ല. ഹല്ലേലൂയ. പ്രിയ സഹോദരേ, ഇതെല്ലാം അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആകാശം തീർത്തു മാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമാകും. ഭൂമി മുതൽ സമസ്തത്തിന് കത്തിനശിക്കും. സൂര്യൻ അവിടെ നിന്ന് ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം തരികയില്ല. ചന്ദ്രൻ രക്തം പോലെ കാണപ്പെടും. ചന്ദ്രനെ കൊണ്ടാ വെക്കുന്ന ആണവായുധങ്ങൾ അവിടെ ഇരുന്ന് കത്തും പൊട്ടും. അപ്പോൾ അത് ചന്ദ്രൻ അപ്രത്യക്ഷമാവും, ഭൂമി അപ്രത്യക്ഷമാവും. പിന്നെ പ്രപഞ്ചത്തിൽ 2 വസ്തുക്കളായിട്ട് പ്രപഞ്ചം നിലനിൽക്കും. പിന്നെ വർഷങ്ങളില്ല, കാലാവസ്ഥയില്ല, മഴയില്ല, മഞ്ഞില്ല, സൂര്യോദയമില്ല, മനുഷ്യരാശിയില്ല, ഓഫീസുകളില്ല, കാനഡയില്ല, അമേരിക്കയില്ല, മനുഷ്യൻ പ്രസവമില്ല, കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനമില്ല, വിവാഹമില്ല, ഭൂമിയില്ല, ഒന്നുമില്ല. പിന്നെ 2 സ്ഥലം. ഒന്ന് പാതാളം, സാത്താനും അവൻ്റെ ദുഷ്ടശക്തികൾക്കും എന്നേക്കും 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. ഈ തീപ്പൊള്ളൽ, ഈ വേദന നാളെ തീരും, നാളെ കഴിഞ്ഞ് തീരും, അടുത്ത വർഷം തീരും എന്നെങ്കിലും വിചാരിച്ച തീരോ പ്രിയപ്പെട്ടവരെ? എന്നേക്കും
ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ട് 6000 വർഷമായിട്ടുള്ളൂ. ഏഴാം യുഗം എന്ന് പറയുന്നത് സ്വർഗ്ഗയുഗമാണ്, നിത്യജീവൻ്റെ സ്ഥലമാണ്. അവിടെ വേറൊരു 1000 വർഷത്തെ ഭരണമില്ല. ഓർത്തിരിക്കണം, 2024 ഫെബ്രുവരി 15 ഈ സംഭവം നടന്നു കഴിയുമ്പോൾ, ഗോഗുമാകുത്തത്തിന് അവസാനമായിട്ട് സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ഭൂമിയെ പ്രപഞ്ചമില്ല, പിന്നെ പാതാളമാണ്. അതുകൊണ്ട് ഇവിടെ സൂക്ഷിക്കേണ്ടത് എന്താണ്? ഈ പാതാളത്തിൽ വീണാൽ കൈ പിടിച്ചുയർത്താൻ ആരുമില്ല. എന്നാൽ ഇപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ നരകത്തിൽ വീണാലും, പാപാവസ്ഥ വീണാലും, ക്ലേശങ്ങൾ വീണാലും, ദുഃഖങ്ങൾ വീണാലും, രോഗങ്ങൾ വീണാലും, സമ്പത്തില്ലായ്മ വീണാലും, വെറുപ്പം വിദ്വേഷത്തിൽ വീണാലും, ഇപ്പോൾ രക്ഷപ്പെടാൻ കർത്താവ് ഒരുക്കിയ അവസരമുണ്ട്. ആ അവസരമാണ് ഈ അവസരം. ഇപ്പോൾ നിങ്ങൾ മാനസാന്തരത്തിലേക്ക്, ഇപ്പോൾ പശ്ചാത്താപത്തിലേക്ക്, ഇപ്പോൾ അനുതാപത്തിലേക്ക്, ഇപ്പോൾ പാപപരിഹാര പ്രവൃത്തിയിലേക്ക് പ്രവേശിച്ചോ മക്കളെ. ഈ ചുരുങ്ങിയ സമയം നമ്മുടെ മുമ്പിലുള്ളൂ. വിരലിലെണ്ണാവുന്ന സമയങ്ങളെ നമ്മുടെ മുമ്പുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയം, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ എളിയ ദാസൻ്റെ കുംഭസാരത്തിൻ്റെ ക്ലാസ് ഒന്ന് വന്ന് കേൾക്കണമെന്ന് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് യാചിക്കുകയാണ്. കാരണം ഈ ഞാനെടുക്കുന്ന ക്ലാസ് ഭൂമിയിൽ ഒരിടത്തും നിങ്ങൾ ഒരച്ഛന്മാരിൽ നിന്നോ മെത്രാനിൽ നിന്നോ തിയോളജിയിൽ നിന്നോ ഈ കുംഭസാരത്തിൻ്റെ ക്ലാസ് കിട്ടില്ല, ഈ ക്ലാസ്സും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ട നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ച് ചോദിച്ചിട്ട് വാ. നല്ല ഒന്നാന്തര കുംഭസാരത്തിൻ്റെ ക്ലാസ് ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നത് ശാസ്ത്രീയമായിട്ടും, എത്ര ശാസ്ത്രീയമായിട്ടും സത്യമായിട്ട് ക്ലാസ്, അതുപോലത്തെ കുംഭസാരത്തിൻ്റെ ക്ലാസ്. എന്നിട്ട് പോയെന്ന് കുംഭസാരിച്ചാൽ നിങ്ങൾ എന്നേക്കുമായിട്ട് രക്ഷപ്പെടും, എന്നേക്കുമായിട്ട് വിശുദ്ധി പ്രാപിക്കാം. പിന്നെ മറ്റൊന്നും ഞാൻ പറയുന്ന പോലെ അതും ഇത് നോക്കാതെ പ്രത്യേക രീതി ജീവിച്ചാൽ മാത്രം മതി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങാനുള്ളൊരു അവസരമാണ്. നാളെ ഒരുങ്ങാൻ സമയം കിട്ടില്ല, നാളെ നമ്മുടെ മുമ്പിൽ സമയമില്ല, ഇന്നേ ഉള്ളൂ സമയം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഇനി ഒരു 8 വർഷം ജീവിച്ചാലും ആ നിത്യതയ്ക്ക് പ്രവേശിക്കാൻ വേണ്ടി സർവശക്തനായ ദൈവത്തിൻ്റെ സ്വർഗീയ മഹത്വത്തിലേക്ക്, നിത്യജീവനിലേക്ക്, മരണമില്ലാത്ത അവസ്ഥയിലേക്ക്, ദുഃഖവും ദുരിതയും മുറവിളിയും ഇല്ലാത്ത ആ സ്വർഗീയ മഹത്വം യാഥാർത്ഥ്യമാണ്. കാരണം ആണവസ്ഫോടനം നടക്കുമ്പോൾ ഈ 2 വസ്തുക്കൾ ഭൂമിയിൽ രൂപം പ്രാപിക്കും. അത് നിങ്ങൾ ശാസ്ത്രീയമായിട്ട് ഓർത്തിരിക്കണം. അത് ശാസ്ത്രീയമായിട്ട് ഓർത്തിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. സാങ്കല്പിക തലമല്ല സ്വർഗം, സാങ്കല്പിക തലമല്ല പാതാളം, യാഥാർത്ഥ്യമാണ്. ആഫ്റ്റർ പ്രൊഡക്ഷനാണ്, ബൈ പ്രോഡക്റ്റാണ്. ഒരു സംഭവത്തിന് ശേഷമുണ്ടാകുന്ന വസ്തുക്കളാണ് ഒന്ന് പാതാളവും ഒന്ന് സ്വർഗം. അത് ശാസ്ത്രീയമായിട്ട് തന്നെ ഓർത്തിരിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എത്ര വ്യക്തമായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് വെളിപാട് 20:1 എന്താ പറഞ്ഞേ? എവിടെ പറഞ്ഞ? വെളിപാട് 20:11 അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയാകുന്നു, അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. ആ വചനമൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് വായിക്കണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് കുമ്പസാരിക്കാൻ ഈ എളിയദാസൻ്റെ ദാനം എനിക്ക് പൈസ ഉണ്ടാക്കാനോ എൻ്റെ മഹത്വം നിങ്ങൾക്ക് കാണിച്ചു തരാനോ അല്ല പ്രിയ സഹോദരങ്ങളെ. ഇതുപോലെ നിങ്ങൾ ഒരുക്കാനും പറയാനും ഈ ഭൂമിയിൽ വേറെ ആരുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചും ഈ എളിയദാസൻ്റെ വീട്ടിലോ അല്ല നിങ്ങൾ ഫോൺ വിളിച്ച് പറയുന്ന സ്ഥലത്തോ വന്നിട്ട് നിങ്ങൾക്ക് കുമ്പസാരത്തെ ക്ലാസ് എടുത്തു തരാം. അതുകൊണ്ടാണ് എൻ്റെ തൊണ്ട സ്വരം പോലെ പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതൊന്നും ഞാൻ മാനിക്കുന്നില്ല, എൻ്റെ ശരീരത്തെയോ എൻ്റെ ചിന്തകളെ ഞാൻ നോക്കുന്നില്ല. നിങ്ങളുടെ രക്ഷയാണ്, നിങ്ങളുടെ ആത്മരക്ഷയാണ് എൻ്റെ ഏക ലക്ഷ്യം. കത്തോലിക്ക സഭ എന്നെ അനുവദിക്കുന്ന ക്ലാസ് എടുക്കാൻ. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ ഞാൻ സഭയിൽ രൂപത്തിൽ ധ്യാനസനം ഉണ്ടാക്കി കുമ്പസാരിപ്പ് ധ്യാനിപ്പിക്കുമായിരുന്നു. എന്നോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ അച്ഛന്മാരോ എൻ്റെ ആശയത്തോട് ചോദിക്കുന്ന അച്ഛന്മാരോ മത്രന്മാരോ ഇന്ന് കേരള സഭയിലില്ല. ഒരൊറ്റ വചന പോഷകനും യേശുവിന് വരമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇത് ശാസ്ത്രീയ സത്യമാണെന്ന് ആരും അംഗീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ആകാശവും സൂര്യൻ ചന്ദ്രനും ഭൂമിയും അപ്രത്യക്ഷമാകുകയില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ശാസ്ത്രീയ സത്യം എന്താണ്? ശാസ്ത്രീയ ശരിയെന്താണ്? ഇത് സത്യമാണ്, ശാസ്ത്രീയമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പ്രിയ സഹോദരരെ? ഇത് ഇത്രമാത്രം ഞാൻ ശക്തമായിട്ട് പറയുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരുങ്ങിക്കൂ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങൾ തയ്യാറായിരിക്കണം, എന്തെന്നാൽ മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ഒറ്റ സെക്കൻഡിൽ സർവശക്തനായ യേശു ക്രിസ്തു മിന്നൽ പിണർ പോലെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഒരു സംശയം വേണ്ട. മിന്നൽ പിണറിൻ്റെ വേഗത എന്താണ്? മിന്നൽ പിണറിൻ്റെ ശക്തി എന്താണ്? മിന്നൽ പിണറിൻ്റെ ശോഭ എന്താണ്? മിന്നൽ പിണറിന് മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ധൈര്യമുണ്ടോ? ശക്തമായ മിന്നൽപ്പെട്ടിരുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടുകയല്ലേ. അത് സർവശക്തനായ ദൈവം വന്നു കഴിയുമ്പോൾ, ദൈവത്തെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മൾ നിവർന്ന് നിൽക്കുകയില്ല. അതിനടുത്ത് കർത്താവ് പറഞ്ഞത് എന്താണ്? അപ്പോൾ നമ്മൾ അവശേഷിക്കുന്നവർ, യേശുവിൻ്റെ വിശുദ്ധിയോടെ നിൽക്കുന്നവർ മറിഞ്ഞു വീഴുകയില്ല. നിൽക്കുന്നവർ കർത്താവിൻ്റെ കൂടെ എടുക്കപ്പെടും. കിടക്കുന്നവർക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല, അവരെന്നേക്കുമായിട്ട് അവിടെ വീണു പോകും പ്രിയപ്പെട്ടവരെ. അതെന്താണ്, എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ നോക്കി വിളിക്കണം, പ്രിയപ്പെട്ടവരെ വിളിക്കണം. അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ വേണം പറഞ്ഞുതരാം. 97 78 17 22 83 97 78 17 22 83. ആ നമ്പറുണ്ട് നിങ്ങളുടെ കയ്യിൽ.
ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് വിളിക്കാം. പ്രിയപ്പെട്ടവരെ, വന്ന് ധ്യാനം കൂടുക, നിങ്ങൾ വിളിക്കുക, നിങ്ങൾ ഫോണിൽ കൂടെ വിളിച്ചിട്ട് സംസാരിക്കുക. ഇന്ന ദിവസം ഞങ്ങൾക്ക് വരാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഞാനുള്ള സ്ഥലം കണ്ണൂർ ജില്ലയിൽ ഒരുക്കി തരാം. അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു സെൻറ്റർ എടുക്കുക. പലർക്കും പേടിയാണ് പ്രിയപ്പെട്ടവരെ. ഇത് ഏതോ പന്തക്കോസ്തുകാരനാണ്, സഭയിൽ നിന്ന് ഒഴിവാക്കിയ ആളാണ്, സഭയിൽ നിന്ന് മാറ്റിവിട്ട ആളാണ്, അതുകൊണ്ട് ഇയാളുടെ ക്ലാസ്സൊന്നും കേൾക്കണമെന്ന് പറഞ്ഞ് പലരും ഒഴിവാക്കുന്നുണ്ട് തന്നെ. അതെനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ സത്യം മനസ്സിലാക്കേണ്ടതാണ്, എനിക്ക് പ്രീച്ചിങ് കാർഡുണ്ട്, കൗൺസിലിംഗ് കാർഡുണ്ട്, പിന്നെ എൻ്റെ ഇടവക വികാരിയുടെ കത്തുണ്ട് എൻ്റെ കയ്യിൽ. ആരെയും ധ്യാനിപ്പിക്കാനുള്ള സഭയുടെ അംഗീകാരം എനിക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, താല്പര്യം മനസ്സിലാക്കുക. ഇത് എൻ്റെ മഹത്വം പറയാൻ വേണ്ടി പറയുന്നില്ല പ്രിയപ്പെട്ട, എനിക്കൊരു മഹത്വം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, എന്നെക്കുറിച്ചുള്ള സംശയം നിങ്ങൾക്ക് വിട്ടുപോകാൻ വേണ്ടി പറഞ്ഞതാണ്. മറ്റുള്ള എനിക്ക് അംഗീകാരമുണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാൽ പക്ഷേ ഈ ക്ലാസ് എടുക്കുവാൻ പലരും സമ്മതിക്കാത്തതിൻ്റെ ഒറ്റ കാരണം ഇതേ ഉള്ളൂ: യേശു ക്രിസ്തു വരികയില്ല, മരിച്ചവരുടെ ഉയർപ്പില്ല, ഭൂമിയും പാതാളവും ഒരിക്കലും ഉണ്ടാവുകയില്ല, ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒരിക്കലും അപ്രത്യക്ഷമാവില്ല. ഇതേ ഉള്ളൂ കാരണം. അതങ്ങനെ അപ്രത്യക്ഷമാവെന്ന് പറയാൻ ഇയാളാരാണ്? നീ ആരാ അങ്ങനെ പറയാൻ? നിനക്കെന്താ അറിവുണ്ട്? അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഏതെല്ലാം ശാസ്ത്രീയ ഉപകരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഒന്ന് പാതാളം, ഒന്ന് സ്വർഗം. അത് ഓർത്തിരിക്കുക പ്രിയ സഹോദരങ്ങളെ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരേണ്ടതായിട്ടുള്ള ഒരുക്കം നമ്മുടെ ആത്മാവിൽ ആരംഭിക്കട്ടെ, നമ്മുടെ മനസ്സിൽ തുടങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കൂടെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് ഒരുങ്ങിയാൽ നിങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാം. ഏത് ലോകം അവസാനിച്ചാലും, ഏത് അനുഭവം മിറ്റത്ത് വീണാലും, നിന്റെ വീട് സംരക്ഷിക്കുന്ന സർവശക്തനായ ദൈവം യേശു ക്രിസ്തു, യേശുനാഥൻ, ഈ ലോകത്തെ സൃഷ്ടിച്ച എല്ലാം അറിയുന്ന ദൈവമായി യേശു ക്രിസ്തു നിന്റെ വീടിൻ്റെ മുറ്റത്ത് അനുഭവം വീണാൽ അത് പൊട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം അതേപടി സംഭവിക്കും. നിന്നെ തൊടാൻ ഈ ഭൂമിയിൽ ശക്തിക്കും സാധ്യമല്ല. ഈ ലോകത്തിൽ ദുഷ്ടാത്മാക്കൾ ഒന്നിച്ചു നിന്നാലും, നീ ഒറ്റയ്ക്കാണെങ്കിലും, നിന്റെ രോഗാവസ്ഥയിലോ പീഡകളിലോ വേദനകളോ ആണെങ്കിലും, നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ രക്ഷിക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു തിരുരക്തം കൊണ്ട് ഈ ലോകത്തെ രക്ഷിച്ച സർവശക്തനായ യേശു ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. പ്രിയ സഹോദരങ്ങളെ, ആ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വിട്ടിട്ട് പോകരുത്. ആ മഹത്വം അറിയിക്കാൻ വേണ്ടി എളിദാസൻ്റെ ക്ലാസ്, ആ ധ്യാനം, ആരാധന, ഈ ക്ലാസ് കൂടണം, ഈ കുമ്പസാരത്തായിട്ട് ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ നിങ്ങൾ നേരിടുകയില്ല. വരാനിരിക്കുന്ന ഉഗ്രകോപത്തെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. അന്ന് ഉഗ്ര പീഡനം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം ഞെരുക്കമുണ്ടാവും, അന്ന് ഉഗ്രം പീഡനം ഉണ്ടാകും. ആ പീഡനത്തിൻ്റെ കഥയൊന്നും ഞാൻ വേണ്ടി പറഞ്ഞാൽ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുമില്ല. അത്ര ഭയാനകമായ സംഭവം ഈ ലോകത്തുണ്ടാവും. അവിടെയൊക്കെ പിടിച്ചിരിക്കുവാൻ, രക്ഷപ്പെടുവാൻ, സംരക്ഷണം കിട്ടാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണം. എങ്ങനെ നിൽക്കണം? കേവലം ഒരു കുർബാന പോയി ഭക്ഷിച്ച് രാവിലെ പോയിട്ട് വന്നാൽ പോരാ. എങ്ങനെയുള്ള കുമ്പസാരം എന്നൊക്കെ വ്യക്തമായിട്ട് വെളിപാട് ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുമ്പസാരിക്കണം. ഹല്ലേലൂയ. അതിനെപ്പറ്റി താല്പര്യമുള്ളവർക്ക് വിളിക്കാം, താല്പര്യമുള്ളവർക്ക് ധ്യാനം കൂടാം, താല്പര്യമുള്ളവർക്ക് വിളിച്ച് പറഞ്ഞാൽ 10-15 പേരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ, റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കി തരും. അത് നിങ്ങൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹമായിട്ട് മാറും. അതിനെ പ്രിയ സഹോദരങ്ങളെ, അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ സ്ഥലം അന്വേഷിക്കുന്നുണ്ട്, വീടുകൾ, ധ്യാന സെൻ്ററുകളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ആരും തരുന്നില്ല. എങ്കിലും ചിലരൊക്കെ തരാൻ തയ്യാറായിട്ടുണ്ട്. അടുത്ത ദിവസം ഇടുക്കിയിലൊക്കെ ധ്യാനം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ കർത്താവിൻ്റെ ഇടപെടലുണ്ടാവും. അതിനാ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശുവിനെ ഇടാൻ നമുക്ക് എല്ലാവർക്കും ഒരു കർത്താവ് സർവ്വശക്തനായ ദൈവത്തിൻ്റെ തിരുരക്തം നമ്മെ കോട്ടകെട്ടി സംരക്ഷിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ അഗ്നി എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ നിറയട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ ശക്തി എന്നിൽ ആവസിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കോട്ടകെട്ടി സംരക്ഷിക്കട്ടെ. സകലവിധ അശുദ്ധിയിൽ നിന്ന്, പീഡകളിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ആകുലത്തിൽ നിന്ന്, അസ്വസ്ഥയിൽ നിന്ന്, തഴക്ക ദോഷങ്ങളിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന്, ലൈംഗിക ആസക്തിയിൽ നിന്ന്, മദ്യപാനത്തിന്, ദുരാത്മാവിൽ നിന്ന്, പൈശാചിക തകർച്ചകളിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കുവാൻ സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ നമുക്ക് ആവർത്തിച്ചൊല്ലി കർത്താവിൻ്റെ മുഖത്തിനെ കാത്തിരിക്കാം. ആമേൻ.